നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 49 കോടി 62 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ടൂറിസത്തിനും നെടുങ്കണ്ടം മാർക്കറ്റ് പൂർത്തീകരണത്തിനും മുൻതൂക്കം നൽകിയ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ അവതരിപ്പിച്ചത്. 49 കോടി 62 ലക്ഷം രൂപ വരവും 48 കോടി 59 ലക്ഷം രൂപ ചെലവും 1 കോടി 3 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ അവതരിപ്പിച്ചത്. ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ തൂവലരുവി ടൂറിസം വികസനത്തിനായി 90 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. 2025 ഏപ്രിൽ മാസത്തിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന സഹ്യദർശൻ ഹാപ്പിനെസ് പാർക്കിനൊപ്പം ആമപ്പാറ രാമക്കൽമേട് തൂവലരുവി ടൂറിസം സർക്യൂട്ടാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. 4.5 കോടി രൂപ വായ്പ ഉൾപ്പെടുത്തി നിർമ്മാണം പുരോഗമിക്കുന്ന നെടുങ്കണ്ടം ടൗൺ മാർക്കറ്റ് സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിനും സമീപത്തായി ഓപ്പൺ മാർക്കറ്റിനും ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം പൂർത്തീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക, മൃഗസംരക്ഷണ, മത്സ്യകൃഷി മേഖലകളിലാണ് ഉൽപാദന മേഖലയിൽ ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. PMAY ലൈഫ് ഭവന പദ്ധതികൾ വഴി സമ്പൂർണ്ണ ഭവന നിർമ്മാണം ലക്ഷ്യമിട്ട് 2 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തി. വേടിമട്ട് മാലിന്യ പ്ലാന്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ടൗണിലെ ഓടകൾ വൃത്തിയാക്കൽ, പൊതുസ്ഥലങ്ങളിൽ ടോയ്ലറ്റ് സമുച്ചയം, ഫലവൃക്ഷത്തോട്ടം, പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റഡ് ബിൻ, സ്കൂളുകളിൽ സാനിറ്ററി പാഡ് ഡിസ്പെൻസർ എന്നിവയ്ക്ക് തുക ഉൾപ്പെടുത്തി. കല്ലാർ ജംഗ്ഷൻ മുതൽ കൽക്കൂന്തൽ വരെയുള്ള തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.